الفقه زرع بن مسعود وعلقمة حصاده ثم إبراهيم دراس نعمان طاحنه يعقوب عاجنه محمد خابز والآكل الناس. ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിത ശ്രേഷ്ഠരായ ഇമാമുമാരുടെ ജീവിതത്തിൽ അവരുടെ ശിഷ്യന്മാരും അവരുടെ രചനകളുമൊക്കെ എപ്രകാരമാണ് ഇസ്ലാമിലെ പണ്ഡിത ദൗത്യം മഹത്തായി നിർവഹിച്ചു പോകുന്നത് എന്ന് വിശദീകരിക്കുന്ന ഒരു കവിതാശകലമാണ്. ഇസ്ലാമിക ഫിഖ്ഹിനെ കുറിച്ചാണ് ഈ രണ്ട് വരിയിൽ പറയുന്നത്. അൽ ഫിഖ്ഹു സർഉബ്നു മസ്ഊദിൻ, ഇബ്നു മസ്ഊദ് നട്ട കൃഷിയാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ്. വ അൽഖമത്തുൻ ഹസ്വാദുഹു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അൽഖമയാണ് ആ കൃഷി കൊയ്തെടുത്തത്. സുമ്മ ഇബ്രാഹിമു ദറാസു, ശേഷം ഇബ്രാഹിമുൻ നഖയ്യാണ് അതിനെ മെതിച്ചെടുത്തത്. നുഅ്മാനു ത്വാഹിനുഹു, ശേഷം നുഅ്മാനാണ്, അതായത് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് നുഅ്മാനു ത്വാഹിനുഹു അതിനെ പൊടിച്ചെടുത്തത്. യഅ്കൂബു ആജിനുഹു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ യഅ്കൂബ് അഥവാ ഖാലി അബൂ യൂസുഫാണ് അതിനെ കുഴച്ചെടുത്തത്. മുഹമ്മദുൻ ഖാബിസുൻ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശിഷ്യനായ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയാണ് അതിനെ ചുട്ടത്, അതായത് അപ്പമാക്കി പത്തിരിയാക്കി ചുട്ടെടുത്തത്. വൽ ആക്കിലുന്നാസു, ശേഷം ജനങ്ങൾക്ക് തിന്നാനിരുന്നാൽ പോരെ എന്നാണ് കവിത ചോദിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഉന്നതരായ പണ്ഡിത ശ്രേഷ്ഠർ എത്ര ത്യാഗോജ്വലമായാണ് തങ്ങളുടെ പണ്ഡിത ദൗത്യം നിർവഹിച്ചത് എന്ന് അവരുടെ ശിഷ്യന്മാരുടെ സേവനങ്ങളടക്കം വിശദീകരിക്കുന്ന ഈ കവിതയിലൂടെ നമുക്ക് ഈ രണ്ട് വരികൾ വിശദീകരിച്ച് തരികയാണ്.